നമസ്കാരം കുട്ടികൾക്കും സുഭാഷാറാണ്. നമ്മുടെ +2 മാത്സിൻ്റെ പ്രാക്ടിക്കൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഈ വർഷത്തെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചായിരുന്നു അതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്. നമുക്ക് മറ്റുള്ള പ്രാക്ടിക്കലൊക്കെ എല്ലാവരും ഇത്രയും നാളും കുഴപ്പമില്ലാതെ പരാതികളൊന്നുമില്ലാതെ അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ മാത്സിൻ്റെ വന്നപ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഓൾറെഡി 3 പ്രാക്ടിക്കലിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒന്നും കൂടി ആയപ്പോഴത്തേക്ക് ആകെ പ്രശ്നമാകുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അതിൻ്റെ കൂടെയാണ് പ്രാക്ടിക്കൽസിൻ്റെ എണ്ണം കൂടെ കൂട്ടുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നത്. ഏകദേശം 16 പ്രാക്ടിക്കൽസുകളാണ് ഒരു കുട്ടിയെ എല്ലാ സ്കൂളുകളിലും ചെയ്യിക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ ഒരു 10ഉം 60ഉം 65ഉം കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 2 ബാച്ചായിട്ട് തിരിച്ചാൽ പോലും അവരെ കൊണ്ടുവന്ന് ഇരുത്തി ഏകദേശം ഇപ്പം 33 കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വേണം. ലാപ്ടോപ്പ് കാണത്തില്ല, സിസ്റ്റം വേണം. അപ്പോൾ ഈ 33 സിസ്റ്റമൊക്കെ ഒരേപോലെ എത്ര നാൾ വർക്ക് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. കുറേയൊക്കെ എന്തായാലും ക്ലിയർ ആയിട്ടൊന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടികൾക്കുണ്ടാവും. അപ്പോൾ ഇത്രയും ഇത് കംപ്ലീറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ 16 എണ്ണം ചെയ്യണമെങ്കിൽ ഒരു ബാച്ചിന് ഏകദേശം 6 മണിക്കൂറാണ് അവർ പറഞ്ഞേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 96 മണിക്കൂർ ഇത്രയും തീർക്കാൻ തന്നെ വേണം. ഇതിന് സാറ്റർഡേ ദിവസം എടുത്താൽ പോലും തീരത്തില്ല. ഇപ്പോൾ ഈ സാറ്റർഡേ ദിവസം എടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഭവം. നമ്മളിപ്പോൾ അതാരുമേ ശ്രദ്ധിക്കുന്നില്ല. എക്സ്ട്രാ ക്ലാസ് എന്നുള്ള രീതിയിൽ കൂടെ കുട്ടികളെ ശനിയാഴ്ചയും കൂടെ വിളിച്ചു വരുത്തുമ്പോൾ അവരുടെ മാനസികാവസ്ഥയും കൂടെ എല്ലാവരും ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ടീച്ചേഴ്സ്. കാരണം അവർ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ 9 മണിക്ക് തൊട്ട് വൈകിട്ട് 4:15, 4 വരെ ക്ലാസ്സിലിരുന്നിട്ട് പിന്നെ ഈ ശനിയാഴ്ച വന്ന് ക്ലാസ്സിലിരിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുന്നതല്ല. അപ്പോൾ അത് പക്ഷേ നമ്മുടെ ആവശ്യത്തിന് അവരെ വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞാലും തെറ്റാണ്. അവർക്കൊക്കെ എന്താ റെസ്റ്റ് വേണം. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ ക്ലാസ്സുകളൊക്കെ എടുത്തെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ട്. ഇവർ രാവിലെ തൊട്ട് ഒരൊറ്റ റെസ്റ്റ് ഇല്ലാതെയാണ് ഈ 5 ദിവസം ഇരിക്കുന്നത്, ഫുൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് കിട്ടുന്ന അല്ലാതെ അവരൊക്കെ പ്രത്യേകിച്ച് വലിയ ബ്രേക്കൊന്നും കിട്ടാറില്ല. അപ്പോൾ അവർക്ക് ശനിയാഴ്ചയും കൂടെ പിന്നെയും ഈ ക്ലാസ് എടുത്ത് അവർ പഠിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയൊരു, ഞാൻ പറഞ്ഞതൊരു ക്രൂരത തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ അങ്ങനെയൊന്നും എടുക്കാതെ തീരത്തുമില്ല. അപ്പോൾ ഇതിന് ഒരൊറ്റ പ്രതിവിധിയേ ഉള്ളൂ, മീൻസ് സൊല്യൂഷനേ ഉള്ളൂ, പ്രാക്ടിക്കൽസിൻ്റെ എണ്ണം കുറയ്ക്കുക. നമുക്ക് പ്രാക്ടിക്കൽ വേണ്ട എന്ന് നമ്മൾ പറയുന്നില്ല, പ്രാക്ടിക്കൽ വേണം. ഞാൻ പറഞ്ഞു പ്രാക്ടിക്കലാണോ തിയറിയാണോ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് തിയറി തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. ഇനിയുള്ള നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് ഫ്യൂച്ചറിൽ പോകുമ്പോൾ തിയറി കൊണ്ടാണ് നമുക്ക് പ്രയോജനം, അല്ല പ്രാക്ടിക്കൽ കൊണ്ട് മാത്രമല്ല. പക്ഷേ പ്രാക്ടിക്കൽ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെറിയ രീതിയിൽ കൂടെ നടത്തുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ഇത്ര എണ്ണം പഠിപ്പിച്ച് തീർക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികളെ കൊണ്ട് നടക്കാത്ത കാര്യമാണ്. അവർക്ക് ഒരു പ്രാക്ടിക്കൽ അല്ലേ ചെയ്യേണ്ടത്, ഇതോടെ ചേരുമ്പോൾ 4 പ്രാക്ടിക്കലാണ്. ഈ 4 പ്രാക്ടിക്കലിന് വേണ്ടി പഠിക്കുമ്പോൾ തന്നെ അവരുടെ തിയറി പലതും നഷ്ടപ്പെടും. അതിനൊക്കെയുള്ള കഴിവേ ഉള്ളൂ പല കുട്ടികൾക്കും. പിന്നെ ഇനിയത് 1-2 കുറച്ച് കുട്ടികൾക്കൊക്കെ ഇച്ചിരിയൊക്കെ കഴിവുള്ളവർ വേണം ഇതൊക്കെ മാനേജ് ചെയ്യും. മറ്റുള്ളവരെല്ലാം അടി തെറ്റിപ്പോത്തേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ നോട്ടത്തിൽ ഈ മാത്സ് പ്രാക്ടിക്കലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ വിശകലനം ചെയ്ത് എത്ര എണ്ണം ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് കുട്ടികൾക്കൂടെ പറ്റുന്ന രീതിയിൽ കൂടെ അതിനൊന്ന് മാറ്റം വരുത്തണം. അതിനുവേണ്ടി എനിക്ക് തോന്നുന്നൊരു ടീച്ചേഴ്സിൻ്റെ സംഘടന, നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ അതിനെ ടോപ്പ് ആളിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞേക്കുന്നതെന്ന് തോന്നുന്നു അത് കൃത്യമായിട്ട് പരിശോധിച്ച് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തിയറി പഠിക്കാനുള്ള ഒരു അവസരം കൊടുക്കണേ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഒത്തിരി കുട്ടികളെ വർഷങ്ങളായിട്ട് പഠിപ്പിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പ്രാക്ടിക്കലിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്തോറും തിയറിക്കുള്ള അവരുടെ ആ ഇഷ്ടമെന്നുള്ളതല്ല, പഠിക്കാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടും. അങ്ങനെ വന്നാൽ അവരുടെ മാർക്ക് ഇനിയും കുറയും. പല എൻട്രൻസുകൾക്കും ചെല്ലുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാവുകയും ചെയ്യും. കാരണം അതിനൊന്നും നമ്മുടെ ഇവിടുത്തെ അങ്ങോട്ട് ആയിട്ടില്ല. ആകുമ്പോഴത്തേക്ക് ഓക്കെ, ഇപ്പോഴത്തെ നമുക്ക് രീതി വെച്ചുകൊണ്ട് അത്രയാകുന്നില്ല എന്നാണ് എൻ്റെ തോന്നൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇനിയും ഉള്ള പുതിയ ഡേറ്റാസുകൾ അല്ലെങ്കിൽ ന്യൂസുകളെല്ലാം നമ്മൾ ഉടൻ തന്നെ നിങ്ങളെത്തിച്ചിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കൊരു ശുഭപ്രതീക്ഷയോടെ നിർത്താം. ഗുഡ് ബൈ.